ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിയ PC കോച്ചിങ് ക്ലാസ്. ഇന്ന് ഞാനുള്ളത് വളരെ വ്യത്യസ്തമായൊരു സ്ഥലമാണ്. എവിടെയാണെന്ന് പറയാൻ പറ്റും, ഞാൻ ക്ലൂ തരാം. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നെല്ല്, പരുത്തി ഇവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കൂടിയാണ്. ഏതാണ്? ഞാൻ അടുത്ത ഒരു ക്ലൂ കൂടി തരാം, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ജില്ലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, പാലക്കാട് ജില്ലയിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് എനിക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. ഓക്കെ, വലിയ മലകളൊക്കെ കാണാം അല്ലേ. ഓക്കെ, നമുക്ക് പാലക്കാട് ജില്ലയെക്കുറിച്ച് ഇന്ന് പഠിക്കാം. ഓക്കെ, പാലക്കാട് ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് ജില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർക്കുക. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ് കേട്ടോ. ജനസംഖ്യ കൂടുതൽ മലപ്പുറം, പക്ഷേ ഏറ്റവും വലുത് ചോദിച്ചാൽ പാലക്കാടും. ഇത് മാറാതിരിക്കുക. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണല്ലേ. ഓക്കെ, അപ്പോൾ പാലക്കാട് ജില്ല നിലവിൽ വന്ന വർഷം കൂടി ഒന്ന് ഓർത്തിരിക്കുക. 1957 ജനുവരി 1. പാലക്കാട് ജില്ല നിലവിൽ വന്ന വർഷം 1957 ജനുവരി 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട നഗരമാണ് എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് പാലക്കാട്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? എറണാകുളം. ഓക്കെ, ഒന്നും കൂടി പറയാം. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട നഗരം എറണാകുളം. രണ്ടാമത്തേതാണ് പാലക്കാട്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. ഏതൊക്കെ ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തതെന്നും കൂടി നമുക്ക് പഠിക്കാം. അതിനൊരു ചെറിയൊരു കോഡുണ്ട്. ചെറിയ കോഡാണ്. 10 കൊട്ടപ്പാൽ വായിലിട്ടു. കോഡ് എന്താണ്? 10 കൊട്ടപ്പാൽ വായിലിട്ടു. ഏതൊക്കെയാണെന്ന് നോക്കാം. 10 പത്തനംതിട്ട. കൊട്ട എന്താണ്? കോട്ടയം. 10 കൊട്ട പാലെന്താണ്? പാലക്കാട്. 10 കൊട്ട പാല് വായിലിട്ടു. വായിന്ന് ഉദ്ദേശിച്ചത് വയനാട്, ഇട്ടു ഇടുക്കി. അപ്പോൾ ഒന്നും കൂടി പറയാം. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് 10 കൊട്ട പാൽ വായിലിട്ടു, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, ഇടുക്കി. ഓക്കെ, നമുക്ക് ഈ കോഡ് വെച്ച് നമുക്കിതൊക്കെ പഠിക്കാം. കാളപ്പൂട്ട് ഉത്സവം ആഘോഷിക്കുന്ന ജില്ലയാണ് പാലക്കാട്. ഒന്നും കൂടി പറയാം. കാളപ്പൂട്ട് എന്ന ഉത്സവം ആഘോഷിക്കുന്ന ജില്ലയാണ് പാലക്കാട്. അതുപോലെ തന്നെ പാലക്കാടിൻ്റെ തനതു നൃത്തരൂപമാണ് കണ്യാർകളി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. നമുക്കിതെങ്ങനെ പഠിക്കാം? നമുക്ക് തൽക്കാലം പാലക്കാടിനെ പാലമരമായിട്ട് ഉദ്ദേശിക്കാം. ഇത് തൽക്കാലം പാലമരമൊന്നുമല്ല. തൽക്കാലം നമുക്കിതൊരു പാലമരമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പാലമരം. അപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. അപ്പോൾ പാലമരത്തിൽ നമ്മൾ യക്ഷിയൊക്കെ ഇതുണ്ടെന്ന് പാലമരം ഒക്കെയാണ് പറയുന്നതല്ലേ. അപ്പോൾ പാലമരത്തിൽ കറണ്ടടിച്ചു എന്ന് ഓർത്താൽ മതി. ഓക്കെ, സിമ്പിൾ കോഡാണ്. കറണ്ടാണ് വൈദ്യുതി. അപ്പോൾ പാലമരത്തിൽ കറണ്ടടിച്ചു. ഓക്കെ, അപ്പോൾ എന്താ ചോദ്യം? കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. കോഡ് ഇത്രയേ ഉള്ളൂ. പാലമരത്തിൽ കരണ്ടടിച്ചു. ഓക്കെ, പ്രാചീന കാലത്ത് പാലക്കാട് അറിയപ്പെട്ടത് എങ്ങനെയാണ്? പൊറേനാട് എന്ന് പ്രാചീന കാലഘട്ടത്തിൽ അറിയപ്പെട്ട ജില്ല ഏതാണ്? പാലക്കാട്. ചോദിച്ചേക്കാം, പഠിക്കുക. പ്രാചീന കാലത്ത് പൊറേനാട് എന്നറിയപ്പെട്ട ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയും കൂടിയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല ഏതാണ്?
പാലക്കാട്. അതുപോലെ പട്ടികവർഗ്ഗക്കാരോ അതും കൂടി ഒന്ന് പഠിക്കാം കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാർ വയനാട്ടിലാണ്. വർഗത്തിലെ വാണ്ട്, വയനാട്ടിൽ വാണ്ട്, അങ്ങനെ കണക്ട് ചെയ്തൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുള്ളത് വയനാട്ടിലും പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടും. ഓക്കെ. കേരളത്തിൽ ഗുഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് ആനക്കര. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. കേരളത്തിൽ ഗുഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് ഏതാണ്? ആനക്കര. പേസ് ചോദിച്ചിട്ടുണ്ട്. ആനക്കര, ഗുഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആനക്കര എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? എവിടെയാണ്? പാലക്കാട്. അപ്പോൾ ക്വസ്റ്റ്യൻ പഠിക്കുക. പ്രാചീന കാലത്ത് ഗുഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ ഒരു പ്രദേശമാണ് ആനക്കര. ആനക്കര പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതൊന്നും കൂടി പഠിച്ചു വയ്ക്കാം. നാലുദേശം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചിറ്റൂർ. ചിറ്റൂർ പാലക്കാട് ജില്ലയിലാണ്. നാലുദേശം PSC ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. നാലുദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിറ്റൂർ. അതെവിടെയാണ്? പാലക്കാടിലാണ് കേട്ടോ. കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. ഈ പാലക്കാട് കോട്ട നിർമ്മിച്ചതാരാണ്? ഹൈദരാലിയാണ് കേട്ടോ. 1766 ഹൈദരാലി പാലക്കാട് കോട്ട നിർമ്മിക്കുന്നത്. അതുപോലെ ടിപ്പു സുൽത്താൻ കോട്ട എന്നറിയപ്പെടുന്നതും പാലക്കാട് കോട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് കോട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിപ്പു സുൽത്താൻ കോട്ട. അതുപോലെ പാലക്കാട് കോട്ട നിർമ്മിച്ച വർഷം 1766 ഹൈദരാലിയാണ്. ഓക്കെ. കൽപ്പാത്തി സമരം നടന്ന ജില്ലയാണ് പാലക്കാട്. കൽപ്പാത്തി സമരം നടന്ന ജില്ല പാലക്കാട്. 1926 കൽപ്പാത്തി സമരം നടന്നത്. വർഷം ഓർത്തിരിക്കാം, 1926. അതായത് അവർണ ജാതിയിൽപ്പെട്ടവർക്ക് കൽപ്പാത്തി തെരുവിലൂടെ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് കൽപ്പാത്തി സമരം നടക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അവർണ ജാതിയിൽപ്പെട്ടവർക്ക് കൽപ്പാത്തി തെരുവിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു കൽപ്പാത്തി സമരം നടന്നത്. നടന്ന വർഷം ഓർത്തിരിക്കാം, 1926 പാലക്കാട് ജില്ലയിൽ. അതുമാത്രമല്ല, കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആര്യ സമാജമാണ്. അതിന് നേതൃത്വം വഹിച്ച വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആനന്ദതീർത്ഥനും വേദബന്ധു തുടങ്ങിയവരാണ്. ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ. ഞങ്ങളിപ്പോൾ ഉള്ളത് ധോണി വെള്ളച്ചാട്ടത്തിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആനയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ധോണി വെള്ളച്ചാട്ടത്തിലാണ്. കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ധോണി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലുള്ള മറ്റു വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാത്രക്കടവ് വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ തന്നെ മീൻവെള്ളം തുടങ്ങിയവയാണ് പ്രധാന വെള്ളച്ചാട്ടങ്ങൾ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മീൻവെള്ളം. മീൻവെള്ളം പാലക്കാട് ജില്ലയിലാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. പാലക്കാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് OV വിജയനാണ്. അതുപോലെ കോഴിക്കോടിൻ്റെ കഥാകാരനും കൂടി ഒന്ന് ഓർത്തിരിക്കുക, SK പൊറ്റക്കാട്. തമിഴ്നാട്ടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാടൻ ചുരം. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നതാണ് പാലക്കാടൻ ചുരം. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാടൻ ചുരം. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നതാണ് മലമ്പുഴ ഡാം. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നതാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമിൽ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഒരു യക്ഷിയുടെ പ്രതിമ അവിടുത്തെ പ്രധാനമർഹിക്കുന്ന ഒന്നാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് മലമ്പുഴ. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് കേട്ടോ. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഊട്ടി. ഏതാണ് കേരളത്തിൻ്റെ ഊട്ടി? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ റാണിപുരമാണ് കേരളത്തിൻ്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. എത്ര മനോഹരമാണല്ലേ പാലക്കാടിൻ്റെ ഈ കാഴ്ചകൾ. കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൻ്റെ ധാന്യപ്പുര. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ നെല്ലറ. അതുപോലെ കേരളത്തിൻ്റെ പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കരിമ്പനകളുടെ നാട്. അതുപോലെ പാലക്കാട് ജില്ലയിൽ പ്രശസ്തമായ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി ഓറഞ്ചുകൾക്കെല്ലാം പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. പാലക്കാടൻ മലനിരകളുടെ റാണി എന്നറിയപ്പെടുന്നതാണ് നെല്ലിയാമ്പതി. പാലക്കാടൻ മലനിരകളുടെ റാണിയാണ് നെല്ലിയാമ്പതി. ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളും വനിതാ തൊഴിലാളികളും കർഷകരും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാലും അതും പാലക്കാടാണ് കേട്ടോ.
കേരളത്തിലെ റെയിൽവേ നഗരമാണ് ഷൊർണൂർ. കേരളത്തിലെ റെയിൽവേ നഗരമാണ് ഷൊർണൂർ. അത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് ഷൊർണൂർ എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ശുചിത്വ പദ്ധതി ഉദ്ഘാടനം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഷൊർണൂർ. ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന സ്ഥലം കൂടിയാണ് പാലക്കാട്. പാലക്കാടിലാണ് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്നത്. പാലക്കാടിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭവാനിപ്പുഴ, ശിരുവാണി, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ശിരുവാണി, ഗായത്രിപ്പുഴ, കുന്തിപ്പുഴ, നെല്ലിപ്പുഴ തുടങ്ങിയവയാണ് പ്രധാന നദികൾ. പാലക്കാട് ജില്ലയുമായി PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയാണ്. കേരളത്തിലെ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പട്ടാമ്പി പാലക്കാടിലാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഓർത്തിരിക്കാം, 1984. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പക്ഷേ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത്. സൈലന്റ് വാലിയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ വിദേശി ചോദിച്ചാൽ റോബർട്ട് റൈറ്റ് ആണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കും കൂടി ഒന്ന് ഓർത്തിരിക്കുക, മണ്ണാർക്കാട്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചതെന്ന് സൈലന്റ് വാലിയെക്കുറിച്ചാണ്. ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പുഴ തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണാൻ കാരണം എന്താ വെച്ചാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. അതും കൂടി ഒന്ന് നമ്മൾ ഇന്ന് പഠിച്ചത് പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.